ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജുവും അതുപോലെ ശിവയും കൂടി സംസാരിക്കുന്നത് വർഷയെക്കുറിച്ചാണ്. വർഷ എന്തൊക്കെ പറഞ്ഞാലും വർഷയുടെ കോടതിയിൽ ബ്ലഡ് റിലേഷൻ തന്നെ ജയിക്കുള്ളൂ, അത് അങ്ങനെ തന്നെയാണ് അവൾ പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചു എന്നുള്ളത് അഞ്ജു പറയുന്നുണ്ട്. ആ സമയത്ത് ശിവയാണെങ്കിലും അവളൊരു പാവമാണ്, കാരണം അവളുടെ മരിച്ചുപോയ ആ രീതിയുടെ സ്ഥാനത്താണ് ആർച്ചക്കുട്ടിയെ കണ്ടത്. അവൾക്ക് കൊടുത്തത് എന്തായാലും സ്നേഹം മാത്രമാണ്. ആർച്ചക്കുട്ടിയിലൂടെ അവൾ കാണുന്നതും കൊടുക്കുന്നതും എല്ലാം തന്നെ, അല്ലാതെ എന്ത് ചെയ്യാൻ അവളുടെ ബുദ്ധിമുട്ടാണ് അതെന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും. പിന്നെ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്, എന്നാ പിന്നെ ഒരുമിച്ച് ഇറങ്ങാം. ഇല്ല, ഞാൻ ഇനി റെഡി ആകുമ്പോൾ നമ്മുടെ ശ്രീനാഥിനെ കാണാനായിട്ട് വിവേക് അകത്തേക്ക് കയറി പോകുന്നു. പിന്നീടാണെങ്കിൽ വിവേകിനോട് ചെന്നിട്ട് മല്ലികാക്ക പറയുന്നുണ്ട്, ശ്രീനാഥ് വിവേകിനെ എന്നെ കണ്ടിട്ട് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അത് അന്വേഷിച്ചതുപോലെ തന്നെ നമ്മുടെ ശിവയായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമുക്കൊരു തെറാപ്പി തുടങ്ങാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കണം, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എപ്പോഴാണെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷയാണെങ്കിലും നേരത്തെ പറയണം, എൻ്റെ ഡ്യൂട്ടി ടൈമൊക്കെ ഒന്ന് എനിക്ക് മാറ്റിയെടുക്കാനാണെന്ന് പറയുന്നു. അങ്ങനെ ക്ലിനിക്കിലേക്ക് വിളിക്കുന്ന സമയത്ത് തിങ്കളും വെള്ളിയും 2 ദിവസമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേനും ശ്രീനാഥ് പറയുന്നുണ്ട്, വർഷയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ, തിങ്കളാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ശിവ പറയുന്നുണ്ട്, അത് സാരമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തോളാം, ഞങ്ങൾ ശ്രീയെ നോക്കിക്കോളാം, നിങ്ങൾക്കും വർഷയെ പോലെ തിരക്കുള്ള ആൾക്കാരല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാനുണ്ടല്ലോ വിവേക്, അത് പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം എന്നും പറയുന്നു കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു ശല്യമായല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ഇല്ല, ഞങ്ങളുടെ സഹോദരനെ പോലെയാണെന്ന് ശിവയും മഞ്ജുവും പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊരു സഹോദരനെ കിട്ടിയ ഒരു ഫീലാണെന്ന രീതിയിൽ പറയുന്നു. ഇപ്പോൾ വിവേക് വീണ്ടും ശ്രീയേട്ടനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ശ്രീനാഥിന് മനസ്സിലായല്ലോ ഇവർ തന്നെ എങ്ങനെയാണ് കണ്ടിരിക്കണതെന്ന്, ആ സ്നേഹം മനസ്സിലായല്ലോ, ഇപ്പോൾ ടെൻഷനില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മല്ലികാക്കയാണെങ്കിൽ പമ്മി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, അവിടെ ന്യൂസ് പിടിക്കാനായിട്ട്. അവരെല്ലാവരും കൂടി എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ. ആ സമയത്ത് ജനലിൻ്റെ അവിടെ ഒട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രീനാഥിനോട് പറയുന്നുണ്ട് അഞ്ജു, ഇങ്ങനെ ചൂടെടുക്കില്ലേ ശ്രീയേട്ടൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നമുക്ക് ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടാം. അങ്ങനെ തുറന്നിടുന്ന സമയത്ത് നേരെ പോയിട്ട് ആ ജനൽ തട്ടുന്നത് മല്ലികയുടെ മൂക്കിലാണ് കേട്ടോ. അപ്പോഴത്തേനും അയ്യോ എന്ന് വിളിച്ചിട്ട് മല്ലിക വേദനയോടുകൂടി ഓടുന്നു. അഞ്ജു പറയുന്നുണ്ട്, ആരാ അയ്യോ എന്ന് വിളിച്ചത്? അപ്പോഴത്തേനും ചോര വരുന്നേന്ന് പറഞ്ഞിട്ട് മല്ലിക ഓടുന്നു. അപ്പോഴത്തേനും വിവേകിന് കാര്യം മനസ്സിലായി, ആർക്കാണ് കിട്ടേണ്ടത് അവർക്ക് തന്നെ കിട്ടിയെന്ന് പറയുന്നു. ആർക്കാന്ന് ശ്രീ ചോദിക്കുമ്പോൾ ശിവ പറയുന്നുണ്ട്, ഇവിടെ അടുത്ത ഡാഗിന് തന്നെ. അപ്പോൾ അഞ്ജു, അതെ മല്ലികാക്കയ്ക്കോ? അതെ, അവർ ന്യൂസ് പിടിക്കാൻ വന്നതാ, എന്തായാലും കിട്ടേണ്ടത് കിട്ടിയെന്ന് പറയുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നീടാണെങ്കിൽ മല്ലികാക്കാൻ്റെ ഈ വിവരം അറിയാൻ വേണ്ടി വിവേക് ചോദിക്കുന്നുണ്ട്, മല്ലികാക്ക എവിടെ, അച്ഛൻ എവിടെ? സാറ് പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയുന്നു. അക്ക എന്താ ഇങ്ങോട്ട് തിരിയാത്തത്? ഒന്നിങ്ങ് തിരിഞ്ഞെന്ന് പറയുന്നു. മൂക്ക് പൊത്തിയിട്ടാണ് തിരിക്കുന്നത്. എന്താ മൂക്കിൽ കൈ വെച്ചിരിക്കുന്നത് വീട് എന്ന് പറയുന്ന സമയത്ത് മൂക്കിലൊരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ. വിവേകിന് ചിരി അടക്കാൻ സാധിക്കുന്നില്ല. എന്ത് പറ്റിയാക്ക? അത് പിന്നെ സാർ, നമ്മളെ ബാത്റൂമിൻ്റെ ഡോർ അടഞ്ഞു പോയതാണ്, ഞാനത് കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. മല്ലികാക്ക ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? എന്ത് ചെയ്യാനാ സാർ, പറ്റിപ്പോയെന്ന് പറയുന്നു. വിവേകിന് ചിരി അടക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. പിന്നീട് ഈ വേദന കാരണം തന്നെ മല്ലികാക്ക ചെടിയൊക്കെ നനയ്ക്കുന്ന സമയത്ത് അയ്യോ വേദനിക്കുന്നേ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് നമ്മുടെ വർഷയും ശിവയും അങ്ങോട്ട് വരുന്നുണ്ട്. അക്കാൻ്റെ മൂക്കിന് ഇതെന്ത് പറ്റി? അത് പിന്നെ അത് ബാത്റൂമിൻ്റെ ഡോറ് തട്ടിയതാന്ന് പറയുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്താ അക്ക ഇങ്ങനെയൊക്കെ മൂക്കിലൊക്കെ വേദന വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമല്ലേ, എന്തൊക്കെ സംഭവിക്കുന്നേ അറിയില്ല എന്ന് പറയുന്നു. അത് പിന്നെ ഞാനിനി ശ്രദ്ധിച്ചോളാം. അങ്ങനെ ഒരു കുഴഞ്ഞ മട്ടായി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുന്നിലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനവിടെ ഒളിഞ്ഞു നിൽക്കുമായിരുന്നു എന്ന രീതിയിലൊക്കെ. ആ സമയത്ത് ഞങ്ങളെന്തായാലും പോവാം, കക്കഞ്ഞ് ശ്രദ്ധിച്ചോ എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. നിങ്ങളൊക്കെ ഇപ്പം ഇനി ചിരിക്ക്, നിങ്ങൾക്ക് ഒരു പണി വരാൻ പോവാണ്. ആ സമയത്ത് മല്ലിക ചിരിക്കുമെന്ന് പറയുന്നു. പിന്നീടാണെങ്കിലോ ധനപാലനെ തന്നെ കാണിക്കുന്നു. ധനപാലനാണെങ്കിൽ എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. മല്ലികയെ എൻ്റെ പേഴ്സ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് എന്ന് പറയുന്നു. ആ സമയത്ത് മല്ലികാക്ക വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീയുടെ അച്ഛൻ അങ്ങോട്ട് വരിക കേട്ടോ. ശ്രീയെ തെരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എൻ്റെ മകനകത്തുള്ളേ, അവനിങ്ങോട്ട് വിളിക്കുമെന്ന് പറയുന്നു. നിങ്ങളുടെ മകനോ? എനിക്ക് മനസ്സിലായില്ല, ആരാന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിവേകിൻ്റെ അച്ഛൻ, അതായത് ധനപാലൻ. ആ സമയത്ത് എൻ്റെ മോനുണ്ട് ഇവിടെ, എൻ്റെ മോന് പേര് പറയുന്നില്ല കേട്ടോ. അങ്ങനെ അവൻ എനിക്ക് കാണണം, അവൻ മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു, അവിടുന്ന് നിങ്ങളുടെ മകൻ അവനെ കൂട്ടിക്കൊണ്ട് പോയത്. ആര്? വിവേകോ? അതെ, അവൻ തന്നെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മോന് നല്ല ചികിത്സയും കിട്ടാനില്ല. ഞാൻ അവിടുത്തെ ഡോക്ടറോട് അന്വേഷിച്ചപ്പോഴാണ് വിവേകിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്, ഇങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ മോനെ ഇങ്ങോട്ട് വിളിക്കണം പറയുന്നുണ്ട്. നിങ്ങളുടെ മകൻ ഇവിടെ ഇല്ല, എൻ്റെ മകനാണ് വിവേക്, പക്ഷെ അവനിവിടെ ആർക്കും കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല. ഇവിടെ ഞങ്ങളിപ്പോൾ 3 പേരേ ഉള്ളൂ.
നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് കയറി പരിശോധിക്കാമെന്ന് പറയുന്നു. ഞാൻ ഇന്ന് അകത്ത് കയറി പരിശോധിക്കാം. പിന്നെ പരിശോധിക്കുന്നൊക്കെ കൊള്ളാം, ഒന്നും എടുത്തുകൊണ്ട് പോകരുതെന്ന രീതിയിൽ ധനപാലൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് മര്യാദയ്ക്കിരുന്നേ, ഒന്നുമില്ല ഇവിടെ ആരുമില്ല എന്ന രീതിയിൽ പറയുന്നു. എൻ്റെ മകൻ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു തെളിവായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്നാൽ തെളിവ് കൊണ്ടുപോവാ എന്ന് പറയുന്നു. ആ സമയത്ത് മല്ലിക പറയുന്നുണ്ട്, ആരെക്കുറിച്ചാണ് ഇയാൾ പറയുന്നത്? ധനപാലൻ ഓരോ വണ്ടി വേലി ഇങ്ങോട്ട് വന്നോളും, പിന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവില്ല. സാർ എന്നെ കുറിച്ചാണോ പറഞ്ഞതെന്ന് മല്ലികാക്കി ചോദിക്കുന്നുണ്ട്. നീ പണ്ടേ വലിയ വേലിയാണല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീടാണെങ്കിൽ രാഹുലാണെങ്കിലും ഇരട്ടത്തെ ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് അഞ്ജുവിനെ കാണാനായിട്ട്. പെട്ടെന്ന് മല്ലികാക്ക ഈ ഒരു വിരൂപരൂപം കാണുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട്, ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ അഞ്ജു ആണെങ്കിൽ ശ്രീനാഥ് ഇപ്പോൾ കിടക്കുന്ന റൂമിലായിരുന്നു ആദ്യം അഞ്ജു കിടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇപ്പോൾ ശ്രീ ആണല്ലോ അവിടെ കിടക്കുന്നത്. അഞ്ജുവിൻ്റെ റൂം അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ജനലിൽ പോയിട്ട് അഞ്ജു എന്ന് പറഞ്ഞിട്ട് കൊട്ടുന്നു കേട്ടോ. ശ്രീ ആണെങ്കിൽ വേഗം എണീറ്റ് ആരുടെ കള്ളൻ എന്ന രീതിയിൽ പറയുമ്പോൾ എല്ലാവരും കൂടി ഓടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആരോ വന്ന് ജനല മുട്ടുന്നുണ്ടായിരുന്നു, ജനലിനെ മുട്ടുക. പക്ഷേ അത് കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം തൻ്റെ പേരാ പറഞ്ഞത്, അഞ്ജു അഞ്ജു എന്നാണ് വിളിക്കുന്നത്. അഞ്ജുവിന് കാര്യം മനസ്സിലായി ഇത് രാഹുൽ തന്നെയാണെന്നുള്ളത്. അയ്യോ, രാഹുൽ എന്നെ കാണാനായിട്ട് വന്നതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്ത്, ഈ റൂമിലേക്ക്, ഇവിടെയാണല്ലോ ഞാൻ ആദ്യം കിടന്നിരുന്നത്, ഇപ്പം ഞാൻ മേലേക്ക് ഷിഫ്റ്റായ കാര്യം അവൻ അറിയില്ലല്ലോ. പാവം രാഹുൽ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനോ, ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. നമുക്ക് പുറത്ത് പോയി നോക്കാം, രാഹുലേട്ടൻ പോയിട്ടില്ലെങ്കിൽ കാണാമെന്ന് പറയുന്നു. പിന്നീടാണെങ്കിലോ പുറത്ത് പോകുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്നാൽ കുഴപ്പമൊന്നുമില്ല, ഇനി എന്തായാലും രാഹുൽ വന്നോളും. ഫോൺ വിളിച്ചാലും കിട്ടില്ല, കാരണം പോലീസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഫോണൊക്കെ ഓഫാക്കിയിരിക്കുകയാണ്. ശിവ പറയുന്നുണ്ട്, നീ ഒരു മെസ്സേജ് ആക്കി രാഹുൽ എടുക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുന്നു. പിറ്റേ ദിവസം വർഷ ഡെലിവറിക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് മല്ലികാക്ക വരുന്നുണ്ട്. എൻ്റെ കുട്ടികളെ ഒരു കാര്യം മനസ്സിലായോ, ഇന്ന് രാത്രി ഒരു വിരൂപരൂപം വന്നു, ഞാൻ ആകെ പേടിച്ചു, എൻ്റെ ബോധം പോയി എന്ന് പറയുന്നു. നിങ്ങൾ ആരെയും കണ്ടോ? ഞങ്ങൾ ഇടയ്ക്കൊന്ന് കാണാറുണ്ട്, പക്ഷേ ധൈര്യത്തോടുകൂടി നിൽക്കണം. മല്ലികാക്ക അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ അകത്ത് കയറി പോയിക്കോണം, ഇനി അത് ശ്രദ്ധിച്ചാൽ ആകെ പ്രശ്നമാണ്. പലവരും കണ്ടിട്ടുണ്ടെന്ന് പറയാം, അവർക്കൊക്കെ ദുർഗതി മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. ഇനി ശ്രദ്ധിക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ, ഒരു ഭീഷണി എന്ന രീതിയിൽ. അതിനുശേഷം തന്നെ പോകുന്നുണ്ട് കേട്ടോ മല്ലികാക്ക. പിന്നെയാണെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ പോകുന്നു. അങ്ങനെ ശ്രീനാഥ് ആണെങ്കിൽ ഒരു ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീയുടെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. കോളിംഗ് ബെൽ അടിക്കുമ്പോഴത്തേനും മല്ലികാക്ക വാതിൽ തുറക്കുന്നുണ്ട്. ഇത് അന്ത ആളല്ലേ, അന്ന് വന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും, എവിടെ നിങ്ങളുടെ സാറ്? സാറോ, സാർ അകത്തുണ്ട്. ആരാ മല്ലികയെന്ന് പറയുമ്പോഴത്തേനും, ഇതാ അന്ന് വന്ന ആൾ വന്നിരിക്കുന്നു. നിങ്ങളല്ലേ എൻ്റെ മകൻ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ എടുത്ത് കാണിക്കുന്നു കേട്ടോ. ഇതാണ് ആ തെളിവ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് അതിൻ്റെ അകത്തുള്ളത് ഇപ്പോൾ ആകപ്പാടെ പരസ്യമാവുന്നതാണ്. അതായത് ഈ അച്ഛൻ എന്തുകൊണ്ടാണ് വർഷയായിട്ടുള്ള കല്യാണത്തിന് തീരെ താല്പര്യം പ്രകടിപ്പിക്കാത്തതെന്നൊക്കെ, നമുക്ക് വർഷയിൽ നിന്ന് എന്തിനാണ് ശ്രീനാഥിനെ മറച്ചു പിടിക്കുന്നതെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. അത്രയും കാണിച്ചിരുന്ന എപ്പിസോഡ് വിശേഷം കഴിയുന്നു.